റിവ്യൂ ജംഗ്ഷന്റെ ആദ്യ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കം തന്നെ പറയട്ടെ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ റിവ്യൂ ആണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് തെറ്റുകളും കുറവുകളും ഉണ്ടാവും. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് തിരുത്തുന്നതായിരിക്കും. അതേപോലെ രണ്ടാമത്തെ കാര്യം, ഇത് തികച്ചും വ്യക്തിപരമായ ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. ഈ ഒരു റിവ്യൂവിന്റെ ബേസിൽ മാത്രം നിങ്ങളൊരു തീരുമാനത്തിൽ എത്തരുത്. ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രമാവുന്നു. സിനിമ എപ്പോഴും ഓരോരുത്തർക്കും ഓരോ രുചികളുണ്ടാവും, ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഇഷ്ടാവില്ല നിങ്ങളുടെ, അതുപോലെ തിരിച്ചും. സോ അത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക. റിവ്യൂയിലേക്ക് നമുക്ക് പോവാം. പ്രിയദർശിനി, അതായത് ഇവിടെ നസ്രീൻ നസീം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് പ്രിയദർശിനി. അതായത് പ്രിയദർശിനിയുടെ ഹസ്ബൻഡാണ് ആന്റണി, അതായത് ദീപക് പറമ്പോൾ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രം. ഇവർ വിവാഹം കഴിച്ച് കോട്ടയത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് താമസിക്കുന്നത്. അവർക്കൊരു ചെറിയ മകളുമുണ്ട്. നമ്മുടെ സ്വന്തം അയൽപ്പക്കങ്ങളിൽ നാം കണ്ടുവരുന്ന പല സാധാരണ സ്ത്രീകളെയും പോലെ അവൾക്ക് ചുറ്റിനുമുള്ള എല്ലാ കാര്യങ്ങളും ആരാണെന്നും എന്താണെന്നും അറിയാൻ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം ജിജ്ഞാസയുള്ള ഒരു വ്യക്തിത്വമാണ് ഇതിൽ നസ്രി അവതരിപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ മാനുവൽ, അതായത് ബേസിൽ ജോസഫ്, തന്റെ പ്രായമായ അമ്മയോടൊപ്പം തൊട്ടടുത്തുള്ള തന്റെ പഴയ വീട്ടിലേക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുകയാണ്. പ്രിയദർശിനി അവളുടെ അടുക്കളയിലെ ജനാലിലൂടെ അവനിലേക്കും അവന്റെ വീട്ടിലേക്കും സ്വയമേ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു. മാനുവൽ തന്റെ അമ്മയോട് വളരെ സ്നേഹവും കരുതലുമുള്ളതായി തോന്നുന്നു. പക്ഷേ ഒരു പോയിന്റിന് ശേഷം അപ്പുറം പ്രിയയ്ക്ക് എന്തോ ഒരു പന്തുകേട് മണക്കുന്നു. രണ്ടു വട്ടം ഒരേ രീതിയിൽ ബേസിലിന്റെ അമ്മയെ കാണാതാവുന്നു. ആ കാണാതാവലിനെ തുടർന്ന് പ്രിയയ്ക്ക് ഉണ്ടാകുന്ന സംശയവും മാനുവലിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, മാനുവലിന് എന്തോ രഹസ്യമുണ്ട്, എന്താണ് ആ രഹസ്യം, ആ രഹസ്യം എങ്ങനെ പ്രിയ പുറം ലോകത്തെത്തിക്കും, അതിന്റെ വെല്ലുവിളികൾ, ഇതെല്ലാമാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയിലൂടെ സംവിധായകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു ത്രില്ലർ സിനിമയുടെ പ്രേമിയാണെങ്കിൽ, നിങ്ങൾക്ക് ത്രില്ലർ സിനിമ അത്രയും ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങളുടെ സിനിമയാണ്. അതായത് സംവിധായകൻ ഏറ്റവും മികച്ച രീതിയിൽ, ടെക്നിക്കലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകം എടുത്തു വരേണ്ടത് MC ജിതിൻ എന്ന് പറയുന്ന ഡയറക്ടറെയാണ്. കാരണം 2018 നോൺസെൻസ് എന്ന് പറയുന്ന ഒരു സിനിമ അതൊരു ഫ്ലോപ്പ് സിനിമ ആയിരുന്നെങ്കിൽ കൂടിയും അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ ഫ്ലോപ്പ് സിനിമ അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇതുപോലെ എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു ഫ്ലോപ്പ് സിനിമയ്ക്ക് ശേഷം ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്താൻ സാധിക്കാതിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു ഫ്ലോപ്പ് ഒന്നുമല്ല, അയാളിൽ ഒരു വെടിമരുന്നുണ്ടാവും. അത് ഇതുപോലൊരു നിമിഷം മതി വേറെ റേഞ്ചിൽ ബോക്സ് ഓഫീസിൽ വിപ്ലവം സൃഷ്ടിക്കാൻ. അതായത് ഈ സിനിമയുടെ ഏറ്റവും മനോഹരമായി വെച്ചിട്ടുള്ളത് അതിന്റെ തിരക്കഥയാണ്. അത് തിരക്കഥ രചനയാണ്. അതായത് ഇത് ഈ പറയാൻ പോകുന്ന സെന്റൻസ് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനാണ് നസ്രീൻ നസീം അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് ഇടപെടാൻ പോകുന്നത്, അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് തോന്നുന്ന ചില പോയിന്റുകൾ എനിക്ക് തോന്നിയിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ അതാണ് അതിന്റെ ബ്യൂട്ടി. അതായത് ആ സിനിമ ആ സമയത്ത് എനിക്ക് തോന്നിയെങ്കിലും അവസാനം അതിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെ റിവീൽ ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഞെട്ടലും ഒരു തൃപ്തി ഉണ്ടാവും. അതാണ് ആ തിരക്കഥയുടെ ഏറ്റവും മനോഹാരിത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അതിന്റെ തുടക്കം തൊട്ട് ഒരു പ്രേക്ഷകനെ അതിന്റെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടിരുത്താൻ അതിന്റെ തിരക്കഥാകൃത്തിനും അതിന്റെ സംവിധായകനും സാധിച്ചു എന്നതാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയം. രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടന്റെ ഒരു എന്താ പറയാ, അദ്ദേഹം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാര്യം ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ഒരു പക്ഷെ ആവർത്തന വിരസത അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങൾ കൊണ്ട് വളരെ കോമഡി അല്ലെങ്കിൽ ചളി അടിച്ചു പോകുന്ന ഒരു കഥാപാത്രമായി മാത്രമാണ് ബേസിൽ ജോസഫിനെ നാം ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മദർശിനിയിൽ വരുമ്പം ബേസിൽ ജോസഫിന്റെ ഒരുപാട് ന്യൂആൻസസ് ഉണ്ട് കഥാപാത്രത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതായത് നമ്മുടെ ഷമ്മിയെ ഓർമ്മപ്പെടുത്തുന്ന ചില അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് സൂക്ഷ്മദർശിനിയിലും കാണാൻ പറ്റും. അതായത് ബേസിൽ എന്ന് പറയുന്ന ഒരു നടനെ നമുക്കൊരു വെറും കോമഡി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടല്ലാതെ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ഒരു ഈ കഥയിലേക്ക് അധികം ഞാൻ പോകുന്നില്ല, കാര്യം ഒരു സസ്പെൻസ് ഉണ്ട് ഇതില്. അപ്പം അത് ആർക്കും പിടികൊടുക്കാതെ ഒരു നൂൽപാലത്തിലുള്ള ഒരു സഞ്ചാരമാണ് അതില് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം നടത്തുന്നത്. അത് അതിമനോഹരമായിട്ടും ഏറ്റവും മനോഹരമായ രീതിയിലാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു നടൻ വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ തിരക്കഥാകൃത്തുക്കളായ അതുൽ രാമചന്ദ്രനും ലിബിൻ, അദ്ദേഹം ഈ രണ്ടുപേരും ഇതിനകത്ത് അഭിനന്ദനം അറിയിക്കുന്നു. കാര്യം ഈ കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അതായത് ഈ അന്വേഷണത്തിന് ഇറങ്ങുന്ന പല കഥാപാത്രങ്ങൾ ചമ്മിപ്പോകുന്നതുണ്ട്, അല്ലെങ്കിൽ അവരുടെ പല അവസ്ഥകളുണ്ട്. പ്രിയദർശിനി പോകുന്ന ഒരുപാട് വഴികളുണ്ട്, പ്രിയദർശന്റെ ഭർത്താവ് പോകുന്ന വഴികളുണ്ട്. ഇതെല്ലാം ഈ അതിമനോഹരമായിട്ട്, എന്നാൽ ചില നല്ല തമാശകൾ പറയുന്ന കൊച്ചു കൊച്ചു തമാശകളും ഈ ഒരു ത്രില്ലറിനകത്ത് പോകുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ഇവർ ഏറ്റവും മനോഹരമായി വിജയിച്ചിരിക്കുന്നു. രണ്ടാമത് എടുത്തുകൊണ്ട് സിദ്ധാർത്ഥ് ഭരതൻ കൈകാര്യം ചെയ്ത ഡോക്ടർ ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്.
വളരെ ഒരു 10 അല്ലെങ്കിൽ 25 മിനിറ്റ് അടുപ്പിച്ചെങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു കഥാപാത്രം സ്ക്രീനിൽ. പക്ഷെ അദ്ദേഹം ആ ഒരു കഥ, ഡോക്ടർ ജോൺ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഈ കഥാപാത്രത്തിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പിടിമുറുക്കത്തിൽ നിന്ന് പ്രേക്ഷകനെ കുറച്ചൊരു ചിരിയുടെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു കഥാപാത്രത്തിന് ഒരു വലിയ പങ്കുണ്ട്. അതായത് ത്രില്ലർ സിനിമയിൽ ചെറിയ രീതിയിൽ പോലും ഒരു കോമഡി വർക്കൗട്ട് ആവുക എന്ന് പറയുന്നത്, അതും ആ പ്രേക്ഷകർ ത്രില്ലർ അടിച്ചിരിക്കുന്നതിന്റെ ഒരു ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ കോമഡികൾ വർക്കൗട്ട് ആവുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതിൽ സിദ്ധാർത്ഥ് ഭരതന്റെ ഡോക്ടർ ജോൺ എന്ന് പറയുന്ന കഥാപാത്രം അതിമനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയം രമേശ് കൈകാര്യം ചെയ്ത റോയ് എന്ന കഥാപാത്രവും ഇതേപോലെ തന്നെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ, എന്നാൽ കൊച്ചു കൊച്ചു ഒരു ഡയലോഗുകളിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയേണ്ട എല്ലാ കഥാപാത്രങ്ങളും, അതായത് ഇപ്പം അഖില ഭാർഗവൻ ചെയ്ത സുലു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൂജ മഹാരാജന്റെ അസ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറിൻ ഫിലിപ്പിന്റെ സ്റ്റെഫി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാടുണ്ട്, കൃഷ്ണേട്ടൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ക്ഷമിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഓർമ്മ നിൽക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം അവർ വളരെ വന്നു പോകുന്ന കൊച്ചു കൊച്ചു സീൻസിലാണെങ്കിൽ പോലും അതിമനോഹരമായിട്ട് അവരത് ആരെയും നമ്മൾ മിസ്കാസ്റ്റ് ആണ് നമ്മൾ തോന്നിക്കത്തില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള കുറച്ച് സ്പേസ് ആണെങ്കിൽ കുറച്ച് സ്പേസ് അവിടെ മനോഹരമായിട്ട് വന്നത് ചെയ്തിട്ട് പോകുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത് 2 മണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് ഈ സിനിമയുടെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ ടൈം ഡ്യൂറേഷൻ ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈമാണത്. കാര്യം വെച്ചാൽ ആൾക്കാരെ മുഷിപ്പിക്കത്തില്ല, എന്നാൽ ആ സമയം കൊണ്ട് വളരെ നീറ്റായിട്ട് അതിന്റെ കഥ പറഞ്ഞ് എൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ് അത്. പിന്നെ ക്രിസ്റ്റോ സേവിയർ ആണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പാട്ടുകൾ മാത്രമാണ് അതിൽ ഒരു പാട്ടാണ് ശരിക്കും ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ക്ലൈമാക്സിൽ വരുന്നത്. പക്ഷെ അത് തിയേറ്ററിൽ അത് ടൈറ്റിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സ്കോർ ഉൾപ്പെടെ അവിടെ മാത്രമാണ് ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതർവൈസ് ബാക്കി എല്ലാ കാര്യങ്ങളിലും, അതിന്റെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ഒരുപാട് കാര്യങ്ങളിൽ സൂക്ഷ്മദർശിനി ഒരു ഏറ്റവും മികച്ച, അതായത് ഒരു കാര്യം കൂടിയുണ്ട്, സൂക്ഷ്മദർശിനി മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ മികച്ച ത്രില്ലർ സിനിമയൊന്നുമല്ല, പക്ഷെ ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും മികച്ച വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററുകളിൽ തന്നെ പോയി കാണണമെന്ന് പറയാൻ കാര്യം അതിന്റെ ഒരു തിരക്കഥയുടെ ഒരു ഭംഗിയും, ഒരു ഫുൾ പാക്ഡ് ആയിട്ടിരിക്കുന്ന തിയേറ്ററിൽ നമ്മൾ ആ സിനിമ പോയിരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു കിക്ക് ഉണ്ടല്ലോ, ഒരു ത്രില്ലർ സീൻ. അത് നമ്മുടെ ഇപ്പുറം ഇരിക്കുന്നൊക്കെ ആൾക്കാർ ആ ഈ കാലൊക്കെ ഇട്ട് ചില സീൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാലൊക്കെ ഇട്ട് ഇങ്ങനെ പിടിക്കൂല, നമുക്കൊരു എന്താ പറയാ, ഒരു ടെൻഷന്റെ ഏറ്റവും ഒരു ടോപ്പിൽ നിൽക്കുന്ന, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 100% നമ്മൾ കൊടുക്കുന്ന കാശിന് 100% നമുക്ക് പൈസ വസൂൽ എന്ന് പറയുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി എന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും ഒരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന, നിങ്ങളൊരു ത്രില്ലർ സിനിമയുടെ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമ നിങ്ങൾ കാണണം, തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതിൽ ത്രില്ലുണ്ട്, അതിൽ ചെറിയ ചെറിയ തമാശകളുണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ അസാധ്യമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് പുറത്തുള്ള ആൾക്കാർ ഇനി പറഞ്ഞറിയിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സിനിമ പോയി കാണാൻ ശ്രമിക്കുക. ചില കഥാപാത്രങ്ങളെ അങ്ങനെ മനഃപൂർവ്വം ഞാൻ വിട്ടും കളഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്കത് പറയാൻ പറ്റാത്തത് കൂടി തന്നെയാണ്. സോ ദൈവത്തോർത്ത് നിങ്ങൾ നല്ല സിനിമയുടെ പ്രേക്ഷകനാണെങ്കിൽ ഈ സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം. ഈ സിനിമ അത്രയും മനോഹരമാണ്. സൂക്ഷ്മദർശിനി, അതായത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും, അല്ലെങ്കിൽ നല്ല മലയാള സിനിമ തിയേറ്ററുകളിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടി JC, അല്ലെങ്കിൽ അദ്ദേഹം 2 പേരിലാണ് അദ്ദേഹം എപ്പോഴും MC, JC അല്ലെ MC. അപ്പം അദ്ദേഹം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്, തീർച്ചയായിട്ടും ഇത് പോയി കാണുക, വിജയിപ്പിക്കുക. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ റിവ്യൂ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാവും.